Dear students, in this video, I would like to discuss some other topics, mergers and acquisitions and cartels. Very often, people are misunderstood by the terms mergers and acquisitions. പലപ്പോഴും ആൾക്കാർ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ പലരും ധരിച്ചു വരുന്ന പലരുടെയും ഒരു ധാരണ. പക്ഷേ നമുക്കറിയാം ഇവ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ടേംസാണ്. അതിൻ്റെ നേച്ചർ രണ്ടും രണ്ടാണ്. ദ സ്റ്റുഡൻസ് ഓഫ് കൊമേഴ്സ് യു ആർ മച്ച് അവെയർ അബൌട്ട് ദീസ് ടു ടേംസ്. അപ്പോൾ നേരത്തെ നമ്മൾ എം എൻ സിസിൻ്റെ കേസ് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് വളരെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ സബ്ജക്റ്റിൽ വരുന്നൊരു ടോപ്പിക്ക് കൂടിയാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ഒരു പക്ഷേ. ആൻഡ് മെർജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അക്വിസിഷൻ എന്താണെന്നും നമുക്ക് നോക്കാം ആദ്യം. അതിനുശേഷം നമ്മൾ കാർട്ടലിലേക്ക് പോകാം. മെർജർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് ടു ഓർ കമ്പൈനിങ് ഓഫ് ടു കമ്പനീസ് ആസ് എ സിംഗിൾ കമ്പനി. എന്നുവെച്ചാൽ ഒരു രണ്ട് കമ്പനികൾ ഒറ്റ കമ്പനിയായിട്ട് ഫോം ചെയ്ത് കമ്പൈൻ ചെയ്യുകയാണ് ഈ മെർജറിൻ്റെ അകത്ത് ചെയ്യുന്നത്. മെർജ് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുക. ബോത്ത് കമ്പനീസ് മ്യൂച്വലി എഗ്രീസ് ടു മെർജ് ദംസെൽവ്സ്. രണ്ടുപേരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഈ മെർജറിൻ്റെ അകത്ത് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റായിട്ട് നമ്മുടെ വോഡാഫോൺ ഐഡിയ അവർ മെർജ് ചെയ്ത് ഇപ്പോൾ ഒരു സിംഗിൾ കമ്പനി VI. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു മെർജിങ്ങാണ്. അതേപോലെ പഴയൊരു നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡെയിംലർ ബെൻസ് ആൻഡ് ക്രിസ്ലർ അവർ രണ്ട് കമ്പനീസായിരുന്നു. അപ്പം ഈ രണ്ട് കമ്പനീസ് ദ സീസ്ഡ് ടു എക്സിസ്റ്റ് and formed a new company, or after merging they formed a new company called Daimler Chrysler. അപ്പം അങ്ങനെ അതൊരു മറ്റൊരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നിലവിൽ ഫങ്ഷൻ ചെയ്യുന്ന രണ്ട് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അതിനെയാണ് നമ്മൾ മെർജ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മെർജർ ഈസ് എ കോമ്പിനേഷൻ ടു ഫോംസ് which subsequently form a new legal entity under the banner of one corporate name. അപ്പോൾ പുതിയൊരു കോർപ്പറേറ്റ് നെയിം സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു കമ്പനിയായിട്ട് അവർ ഫോം ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത് മെർജറിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. Then acquisition is it's quite opposite to this merger. In acquisition also companies are coming together, they are joining together, but in different way. അപ്പോൾ അത് മറ്റ് രീതിയിൽ വേറെ രീതിയിലാണ് അക്വിസിഷൻ. അതിൽ രണ്ട് കമ്പനികൾ ജോയിൻ ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അക്വിസിഷൻ സിംപ്ലി മീൻസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടേക്ക് ഓവർ ഓഫ് എ കമ്പനി ബൈ അതർ കമ്പനി. ടേക്ക് ഓവർ എന്ന് വെച്ചാൽ അതിനെ ഏറ്റെടുക്കുകയാണ്. അല്ലാതെ അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക, അവിടെ ഏറ്റെടുക്കലാണ്, വാങ്ങുകയാണ്, പർച്ചേസാണ്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് അക്വിസിഷൻ the one company buys a majority of the company's ownership stakes of the target company in order to obtain കൺട്രോൾ ഓവർ ദ സെയിം. അപ്പോൾ അതിൻ്റെ ഈ ടേക്ക് ഓവറിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അക്വിസിഷൻ്റെ അകത്ത് ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ നല്ലൊരു ശതമാനവും മറ്റൊരു കമ്പനി വാങ്ങുകയാണ്. അതിൻ്റെ ആ ഒരു കൺട്രോൾ, അതിലൂടെ അവരുള്ള മാനേജ്മെൻറ്റ് അതിൻ്റെ കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് സ്ഥാപിച്ചെടുക്കുകയാണ് അതിൻ്റെ അത് ചെയ്യുന്നത്. ആദ്യത്തേൽ രണ്ട് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, ദ ഫോം എ ന്യൂ കമ്പനി. അപ്പോൾ അവരുടെ പഴയ സ്റ്റോക്സ് എല്ലാം അവർ തിരിച്ച് വിളിച്ച് പിന്നെ പുതിയ സ്റ്റോക്സ് അവർ ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അവർ ഒരു കമ്പനി ഈസ് പർച്ചേസിങ് ഓർ അക്യൂറിങ് ദ മേജർ സ്റ്റേക്സ് ഓഫ് എ കമ്പനി. അപ്പോൾ ഇതിലൂടെ അതിൻ്റെ ഒരു ഓണർഷിപ്പ് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. And this acquisition can be both friendly or in a hostile manner. Friendly acquisition means the target firm offers agreement get acquired. എന്ന് വെച്ചാൽ ഏത് കമ്പനിയാണോ അവരുടെ ഷെയർ അവർ വില്ലിങ്ങിലി അവർ മറ്റൊരു കമ്പനിക്ക് അവരുടെ ഷെയർസ് എല്ലാം വിൽക്കാനായിട്ട് തയ്യാറാകുന്നു. അതാണ് ഒരു ഫ്രണ്ട്ലി അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. ഹോസ്റ്റൽ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അക്വയറിങ് ദ ഫേംസ് ഓർ അക്വയറിങ് ഫേം purchases the large stakes of a target company in order to have major stakes in it.
അവരത് പർച്ചേസ് ചെയ്യണം. പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയെ അവർ പർച്ചേസ് ചെയ്യണം. അതൊരു ഹോസ്റ്റൈൽ മാനുള്ള ഒരു കമ്പനിയെ പർച്ചേസ് ചെയ്യും. മറ്റേതിൽ ആ കമ്പനി തന്നെ അവർക്ക് വില്ലിങ്ങായിട്ട് അവർക്ക് അവരോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞുള്ള അവർക്ക് അതിൻ്റെ സ്റ്റേക്സ് ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. സോ ദീസ് ആർ ദ ടു ടൈംസ് ഓഫ് ഹോസ്റ്റൈൽ ഓർ ഫ്രണ്ട്ലി ആൻഡ് ഹോസ്റ്റൈൽ അക്വിസിഷൻസ്. So this is the main difference between merger and acquisition. So merger means two companies are joined together and form new company. Acquisition means it's a kind of takeover. Okay. Then next topic is cartel. So it's also a small topic, but very important. Cartel is it's a kind of collusive oligopoly model. നമ്മൾ മാർക്കറ്റിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി ഉണ്ട്. അതിൽ ഒളിഗോപ്പൊളി ഫേമിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് കൊളൂസീവ് ഒളിഗോപ്പൊളി അല്ലെങ്കിൽ ഒരു കൊളൂസീവ് ഒളിഗോപ്പൊളി ഫോമിലുള്ള ഒരു ഒരു കൊളൂസീവ് ഒളിഗോപ്പൊളിയുടെ ഭാഗമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഒളിഗോപ്പൊളി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഫേംസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റ് സിസ്റ്റമാണ് ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നോക്കാം. And it is defined as a group of producers of goods or suppliers of services formed through an agreement amongst themselves, whether or not through a formal agreement in writing, in order to regulate the supply of goods or services. The basic intent to legally regulate the prices or restrict the competition in respect of these said goods or services. In other words, we can say a cartel imply direct agreement among the competing oligopolies with the aim of reducing the uncertainty arising from their mutual interdependence. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ. It's an agreement. Cartels are formed through agreement, maybe in written form or formally written, or may not. Sometimes it's in a verbal. It won't be in writing. അപ്പോൾ അതൊരു വെർബലായിട്ടുള്ള ഇതായിരിക്കാം. അങ്ങനെ ഒരു പക്ഷേ ഇത് പലപ്പോഴും ഇത് നമ്മൾ ഈ പറയുന്ന WTO ട്രേഡ് റെഗുലേഷൻസിനൊക്കെ എതിരായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഈ കാർട്ടൽസൊക്കെ പലപ്പോഴും. ഓക്കെ. അപ്പോൾ അതൊരു എന്തിനു വേണ്ടിയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് പറയാം. ദാറ്റ് ഈസ് ടു റിസ്ട്രിക്ട് ദ സപ്ലൈ ഓഫ് ഓർ റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ് ആൻഡ് ടു ഇൻക്രീസ് ദ പ്രൈസ്. പ്രൈസ് മാക്സിമൈസ് ചെയ്ത് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കാർട്ടൽസ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ കാർട്ടൽസ് ആർ ഫോംഡ് ബൈ ദ സപ്ലയേഴ്സ് ഓർ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് സർട്ടൻ ഗുഡ്സ് ഓർ സർവീസസ് ഓർ കമ്മോഡിറ്റീസ് വിച്ച് ആർ ഹാവിങ് കോമൺ നേച്ചർ, അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഒപ്പെക് എന്ന് പറയുന്നത്. ഒപ്പെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസും. അപ്പോൾ അവരുടെ ഒരു ഓർഗനൈസേഷനാണ് ഒപ്പക്. അപ്പോൾ അവർ നമ്മുടെ ഈ പെട്രോളിയം ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രൈസ് ഡിറ്റർമിനേഷന് ഈ ഒപ്പക്കിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പലപ്പോഴും അതിൻ്റെ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ കൂട്ടിയും കുറച്ചും അവർ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് കാർട്ടൽ എന്ന് പറഞ്ഞത്. അപ്പം ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമ്പർ ലിമിറ്റഡ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ. Then there are different forms of cartel. Cartels can be generally classified into two. The first one is cartels aiming at joint profit maximization. All the cartel agreements are for maximizing the profit of the participants. അപ്പോൾ അതിൽ ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ the cartel appoints all the producers, the producing firms or industries, producing firms
appoints a central agency. And this central agency may be the largest industry in the largest firm operating in the industry, or maybe the firm which is having the lowest cost of production. And this central agency or may take a leadership and to make all the arrangements for the informal or formal agreements between the producers of such the particular commodity. അപ്പോൾ അതിലൂടെ തന്നെ സെൻട്രൽ ഏജൻസി ഫിക്സസ് ദ പ്രൈസ് വിച്ച് വുഡ് മാക്സിമൈസ് ദി ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ആൻഡ് അറ്റ് ദാറ്റ് പ്രൈസ് ഓൾ ദ കാർട്ടൽ മെമ്പേഴ്സ് ക്യാൻ സെൽ ദെയർ ക്വാണ്ടിറ്റി സെൽ എനി ക്വാണ്ടിറ്റി. അപ്പോൾ ഈ സെൻട്രൽ ഏജൻസി, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സെൻട്രൽ ഏജൻസിയെ തീരുമാനിക്കുകയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ കൂടി ചേർന്ന്. ഈ സെൻട്രൽ ഏജൻസി ഈ ചിലപ്പോൾ ഒരു ലോ കോസ്റ്റ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാർജസ്റ്റ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൽ ആയിട്ടുള്ളൊരു ഫേം ആയിരിക്കാം. അപ്പോൾ അവരൊരു പ്രൈസ് തീരുമാനിക്കും. നോർമലി ദ പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ദ മാർജിനലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, സോ കോൾഡ് MCMR പ്രിൻസിപ്പിൾ, മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രൈസ് ഫിക്സേഷനൊക്കെ അവർ നടത്തും. ഈ എല്ലാ ഫേംസിൻ്റെയും കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക. And that price it should be accepted by all the cartel members, and they can sell any quantity of commodity at that price, and the price fixed by the central agency ensures the profit of the industry is maximized. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് കാർട്ടൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടലാണ്. This type of cartel is entirely different from joint profit maximizing cartel. And there are three forms of market sharing cartel. The first one is sharing market by non-price competition agreements. In this case, the member companies agrees a common price. അപ്പോൾ എല്ലാവരും കൂടി ഒരു പ്രൈസ് തീരുമാനിക്കുന്നു. ആ പ്രൈസിൽ അവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അവർക്ക് വിൽക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രൈസൊക്കെ തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് സെറ്റ് ബൈ ത്രൂ ബാർഗൈനിങ് ബിറ്റ്വീൻ ദ ലോ കോസ്റ്റ് ഫേം ആൻഡ് ഹൈ കോസ്റ്റ് ഫേം. കോസ്റ്റ് കൂടിയും കോസ്റ്റ് കുറഞ്ഞ പല ഫേംസ് ഉണ്ട്, പലരും പല കോസ്റ്റിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഈ പറയുന്ന പ്രൈസൊക്കെ ഫിക്സ് ചെയ്യുന്നത്. And once this price is fixed, they can sell any quantity at this price. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് അവർ എൻഷർ ചെയ്യുന്നുണ്ട്. They can follow a non-price competition even though they are functioning as a monopoly through forming a cartel. The non-price competition is allowed. എന്താണ് ഈ non-price competition? Competition in the form of advertisement, change in the package, design, അങ്ങനെ അതിലൊക്കെ മാറ്റം വരുത്തി ഇവർക്ക് പ്രോഡക്റ്റ് ഇവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ടെലിവിഷൻ, അതൊരു ഒറ്റ പർപ്പസാണ്, അതിൻ്റെ യൂസേജ് ഒന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇതിനും സെയിം ക്വാളിറ്റി അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം കോൺഫിഗറേഷനും ഫങ്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അതൊക്കെ പക്ഷേ അവിടെ നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ് അവർ മെയിനായിട്ടും അതിൻ്റെ മാർക്കറ്റ് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ. ഓക്കെ, അതിൻ്റെ ഡിസൈൻ, അതേപോലെ തന്നെ പാക്കിങ്, അഡ്വർടൈസ്മെൻറ്റ്സ്, മറ്റ് പ്രൊമോഷണൽ മെഷേഴ്സ്, ഇതൊക്കെയാണ്. അതിലൂടെയൊക്കെ ഇവർക്ക് മാക്സിമം അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വൺ തിങ്, they can sell commodities at a specified price agreed by all these cartel members. Then the next one is sharing of the market by the agreement on quota. That means each producer is given a quota, a fixed quantity can be supplied at agreed price. അപ്പോൾ ഈ ഓരോ മെമ്പറും ഒരു നിശ്ചിത കോട്ടയുണ്ട്, ആ കോട്ട അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മറ്റൊരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫി. ദാറ്റ് മീൻസ് each company is given a particular region or particular market to sell their products, and they should not sell their product outside the market geographical boundary which is allotted to that firm. അപ്പോൾ ആ ഫേമിന് അലോട്ട് ചെയ്തിരിക്കുന്ന ജിയോഗ്രഫിക്കൽ മാർക്കറ്റിനപ്പുറത്ത് അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. വാട്ട് ദേ
can't where they can sell is only in a market or in a geographical bound which is allowed for them to sell their product. അപ്പം ഇതാണ് മറ്റൊരു തരത്തിലുള്ള മാർക്കറ്റ് ഷെയറിങ് കാർട്ടൽ വരുന്നത്. അപ്പോൾ ഈ കാർട്ടൽസ് ഫോം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ടു മാക്സിമൈസ് ദി ഇൻഡസ്ട്രി പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയാണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് പോസിബിൾ? അത് ഒരു മൊണോപ്പൊളി പവർ അക്വയർ ചെയ്യുകയാണ് ഇവർ. ഇപ്പോൾ ഈ പെട്രോളിയം പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഒറ്റ ഒരു ഫേമായിട്ടാണ് ഈ ഒപ്പക്കിന് കീഴിൽ അവർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഒരു ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം രാജ്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിലൂടെ അവർക്ക് ഈസി ആയിട്ട് പ്രൈസ് തീരുമാനിക്കാൻ പറ്റും, പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ എന്താണ് ഒരു മൊണോപ്പൊളി പവറാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് കാർട്ടൽ. ഓക്കെ.